ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രയോവേഴ്സ്. അപ്പോൾ സ്നേഹ, അമ്പിളി, അഖില ഈ 3 പേരും കൂടിയുള്ള ചേർന്ന് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നേഹയുടെ വീട്ടിലേക്ക് പോവാണ്. ഞാനും അമ്പിളിയും സ്നേഹയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്നേഹയുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ബിരിയാണി വാങ്ങി കഴിച്ചു. കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അമ്പിളീനെ ഞങ്ങൾക്ക് പിക്കപ്പ് ചെയ്യുന്നതായിരുന്നു വേറെ സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അമ്പിളീനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ സ്റ്റോപ്പിലാണ് അമ്പിളി ഉള്ളത്. അവൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കുള്ള ബസ്സിൽ പോണ വഴിക്ക് അവളെ പിക്കപ്പ് ചെയ്യാതെ വെച്ച് ആ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ അമ്പിളീനെ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇത് പാലക്കാടാണ് കേട്ടോ സൈഡ്. ഞങ്ങൾ 3 പേരും ഞാനും സ്നേഹയും പാലക്കാടിലാണ് പഠിക്കുന്നത്. അപ്പോൾ അമ്പിളിയാണെങ്കിൽ അട്ടപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെ ഞങ്ങൾ അമ്പിളീനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അമ്പിളിയുടെ പല്ലുവേദന ആയതുകൊണ്ട് അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. ഇതിപ്പോൾ സ്നേഹയുടെ വീട്ടിൻ്റെ അവിടെയുള്ള കടയത്തെ കാഴ്ചയാണ്. സ്നേഹയുടെ വീട്ടിലെത്തിയപ്പോഴത്തേനും സ്നേഹയുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാൻ പോയി. ആ സമയത്ത് അമ്പിളിക്ക് ഒരു മസാല ബോണ്ട വേണം പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു. അവൾക്ക് പല്ലുവേദന ആയതുകൊണ്ട് തന്നെ അവൾ കുറച്ചേ തിന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തിന്നു. അതിന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നാളെ സ്നേഹയുടെ വീട്ടിൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനൊക്കെ പറ്റുള്ളൂ. ഇതൊക്കെ അപൂർവം സംഭവിക്കുന്ന മാത്രമാണ്. പിന്നെ 7:30 സമയമായപ്പോൾ ഞങ്ങളൊരു മൂവി കാണാൻ എടുത്തു. 2ാമത്തെ മൂവി കാണാൻ എടുത്തു. അപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ വിശന്ന് ഇരുന്ന് ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. നാളെ ഫംഗ്ഷന് പോയി.